ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് മിനി മിൽസിൽ പ്രോ പ്ലെയർ ആവാനുള്ള കുറച്ച് ടിപ്സും ട്രിക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ട്രിക്കിലേക്ക് അപ്പോൾ നിങ്ങൾ ക്രൗച്ച് ചെയ്ത് ഗ്രനേഡ് എറിയുമ്പോൾ ക്രൗച്ച് ചെയ്ത് പിടിക്കണ വലിയ ഡാമേജ് നിങ്ങൾക്ക് പറ്റില്ല. കണ്ടില്ലേ, ഇനി ക്രൗച്ച് ചെയ്യാണ്ടാണെങ്കിലും ഇതുണ്ടല്ലേ, പെട്ടെന്ന് നമ്മൾ ചത്തു. നമ്മളിപ്പോൾ മെഡിക്കിറ്റ് ഫ്ലാഗ് എടുക്കാൻ പോകുമ്പോഴായിരിക്കും ഈ ഒരു ഗ്യാസ് നേഡ് അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്യാസ് നേഡ് എങ്ങനെ റിമൂവ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഫ്ലെയിം ത്രോവർ എടുത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. തന്നെ ഗ്യാസ് നേഡെല്ലാം പോയി നമുക്ക് സാധനം എടുക്കാം. നിങ്ങളെപ്പോഴും മൂവ് ചെയ്യുമ്പോൾ ഈ മില്ലി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതാണെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാനും പിന്നെ നൈട്രോ കുറച്ച് യൂസ് ചെയ്യാനും പറ്റും. മില്ലി യൂസ് ചെയ്യാണ്ടാണെങ്കിൽ പോകുന്നെങ്കിൽ ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും മില്ലി യൂസ് ചെയ്യുക. അതേപോലെ തന്നെ വേറൊരു പ്രശ്നമാണ്, മെഡിക്കിറ്റ് ഫ്ലാഗ് എടുക്കാൻ പോകുമ്പോൾ ഇങ്ങനെ പ്രോക്സി ഉണ്ടാവും. അപ്പോൾ ഈ പ്രോക്സി എങ്ങനെ ഡിഫ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഗണ്ണ് നമ്മളെ ഗെയിമിലുള്ള ഇലക്ട്രിക് ഗണ്ണ് എന്നൊക്കെയാണ് ഇതിന് പറയുക. ഇത് നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ഇത് ഡിഫ്യൂസ് ചെയ്തിട്ട് നമുക്ക് മെഡിക്കിറ്റ് ഫ്ലാഗോ എടുക്കാൻ പറ്റും. എനിമീസ് വരുമ്പോൾ നമ്മളെപ്പോഴും നമ്മളെ കൈ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് മില്ലി യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് എനിമീൻ്റെ ലൈഫ് കുറച്ച് അവരെ തോൽപ്പിക്കാനായിട്ട് കഴിയും. ഇത് കണ്ടില്ലേ. അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞു, നിങ്ങളെപ്പോഴും നിങ്ങളെ കൺട്രോൾസ് നിങ്ങൾക്ക് കംഫർട്ടായ രീതിയിൽ മാത്രം നിങ്ങൾ വെക്കാൻ ശ്രമിക്കുക. എനിക്ക് ഇതേപോലെ ക്ലാസിക് V4 എൻജാസ്ഡ്, പിന്നെ 5 പിന്നെ ഇത് 75% അങ്ങനെയൊക്കെ, ഇതൊക്കെ അതേപോലെ തന്നെ. പക്ഷേ കൺട്രോൾസ് മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ഇടുക. ഇത് ബിഗിനേഴ്സിന് വേണ്ടി മാത്രമാണ്, എല്ലാവർക്കും വേണ്ടിയല്ല ഞാൻ പറയുന്നത്, ന്യൂബ്സിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായ ലൈക്ക് അടിക്കുക, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവർക്കും ബൈ.